ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട ശേഷം ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ സ്വകാര്യ ബസ് ജീവനക്കാർ കടന്നതായി പരാതി. കോഴിക്കോട് മാവൂർ റോഡിലാണ് സംഭവം. നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് പരിക്കേറ്റ ആളെ ജീവനക്കാർ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായത്. എന്നാൽ പാതി വഴിയിൽ ജീവനക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആദ്യം നമുക്ക് അപകടത്തിന്റെ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. രമ്യ ദാസ് ചേരുന്നു വിവരങ്ങളുമായി. രമ്യ, ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട ശേഷമാണ് ഇത്തരത്തിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഈ ഒരു നടപടി ഉണ്ടായത്. നാട്ടുകാർ ഇടപെട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തു. പക്ഷേ എന്നാൽ പാതി വഴിയിൽ ജീവനക്കാർ കടന്നതായുള്ള പരാതിയാണല്ലോ ഉയരുന്നത്. എന്തായിരുന്നു സംഭവിച്ചത്? രോഹിണി, ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കോഴിക്കോട് മാവൂർ റോഡിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് ബൈക്ക് യാത്രികനെ സ്വകാര്യ ബസ് ഇടിച്ച് വീഴ്ത്തിയ ശേഷം ഇവർ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്കോ മറ്റോ കൊണ്ടുപോകാതെ കടന്നു കളയാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയത്. എന്നാൽ ഇത് നാട്ടുകാർ, അവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഇവർ ഇടപെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഇവർ തയ്യാറാകുന്നത്. തുടർന്ന് ഓട്ടോയിൽ കയറ്റിയ ശേഷം പാതി വഴിയിലെത്തിയ ശേഷം ഇവർ ഈ ഓട്ടോയിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹം ആശുപത്രിയിൽ എത്തുകയും ചികിത്സ തേടുകയുമെല്ലാം ഉണ്ടായി. പക്ഷേ കൈക്കും അതുപോലെ തന്നെ കഴുത്തിലുമാണ് പരിക്കേറ്റിട്ടുള്ളത്. പാറപ്പടി സ്വദേശിയായിട്ടുള്ള അനിൽകുമാറിനാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. തുടർന്ന് ഇദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ ആയിട്ടും യാതൊരു നടപടിയും ഈ ബസ് ജീവനക്കാർക്കെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആക്ഷേപം. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയും കൃത്യമായി തന്നെ ആക്ഷേപമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടും പോലീസ് ഇതുവരെ ആയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഈ ബസ് ജീവനക്കാർക്കെതിരെ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഉയർന്ന ആക്ഷേപം. നമുക്കറിയാം, ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കോഴിക്കോട് ടൗൺ പരിസരങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. കാരണം മിക്കവാറും അമിത വേഗതയാണ് പല ബസ്സുകളുടെയും ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമാകുന്നു. പക്ഷേ കൃത്യമായി തന്നെ ഇത്തരത്തിൽ അപകടം സംഭവിക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയമാകുന്നു, അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഇടപെടുന്നുള്ള ആക്ഷേപമാണ് ഈ ഒരു അപകടത്തിൽ ഉയരുന്നത്. രോഹിണി, ശരി, രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.